ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നേരത്തെ ഇട്ടിരുന്ന ആസിയൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂവിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ, ഇല്ലെങ്കിൽ ഐലൈനർ, ഐബ്രോ പെൻസിൽ, അങ്ങനെ കുറേ റിവ്യൂ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാം. മസ്കാര ഞാൻ ആസിയമിൻ്റെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു. ബട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയതേ ഇല്ല. അത് ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്തിട്ട് പോലും എനിക്കത് ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ മസ്കാര വാങ്ങിക്കുന്ന പരിപാടി നിർത്തി. പിന്നെ അതല്ലാതെ ഞാൻ ഇപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു റീസെൻ്റ്ലി. അതിൽ ബെസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ പറയാം. ഓക്കെ, അതിലൊന്നാണ് ഇത് സ്ട്രോബ് ക്രീം, കീസോളിൻ്റെ സ്ട്രോബ് ക്രീം. ഇത് ശരിക്കും നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ രാവിലെ ഇട്ട് നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് പോയിട്ട് വൈകുന്നേരം വരെ നമുക്ക് ആ ഒരു ഗ്ലോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് അതിൻ്റെ ആ ഗ്ലോ കാണാൻ പറ്റും. നമുക്ക് ഇത് നോർമൽ BB ക്രീമിൻ്റെ കൂടെയോ സൺസ്ക്രീനിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിട്ടാൽ ആ ഒരു തിളക്കം നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് പകുതിയായി. ഇത് കൊള്ളാം. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സംഭവമാണ് ലിപ് ബാം. ഇത് സ്ട്രോബെറിയുടെ ലിപ് ബാമാണ്. ഇതല്ലാതെ ചോക്ലേറ്റിന് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം സ്ട്രോബെറിയാണ്. ഇത് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ ശരിക്കും റിമൂവ് ആവും. നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ ഇത് തന്നെ യൂസ് ചെയ്ത് ഇപ്പോൾ രാവിലെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളിന് ശേഷം തന്നെ നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ പിഗ്മെൻറ്റേഷൻ മാറാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. നമുക്ക് നോർമൽ ലിപ് ബാം രാവിലെ വിട്ട് ഇല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ലിപ് ബാമാണിത്. പിന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും റാഷസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും അലർജി, അതുപോലെ തന്നെ പിമ്പിൾസ്, പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നൈസയുടെ ക്രീം. ഞാനിപ്പോൾ ചെറുതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വലുതുണ്ടായിരുന്നത് തീർന്ന് ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ചെറുതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ, പിന്നെ ഫേസിലുണ്ടായിരുന്ന പിഗ്മെൻറ്റേഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് നൈസയുടെ ക്രീം. കൂടുതലും അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉള്ളതിനാണ് കൂടുതലും യൂസ് ചെയ്യാൻ നല്ലത്. സ്കിൻ റാഷസ്, ചുമന്ന് വരിക, അല്ലെങ്കിൽ തടിച്ച് കുരു പോലെ വരിക, അവിടെയൊക്കെ തേക്കുന്നത് ബെറ്ററാണ്. പിന്നുള്ളതാണ് നൈസയുടെ പെട്രോളിയം ജെല്ലി. ഇത് നമ്മുടെ കാലിലൊക്കെ ടാൻ ഉണ്ടാവുക, ഇല്ലെങ്കിൽ നമുക്ക് അണ്ടർ ആംസിലൊക്കെ ബ്ലാക്ക്നെസ് ഉണ്ടാവുക, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. കുറച്ച് നാൾ യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് അതിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് ക്രീം, അത് മസ്റ്റായിട്ട് എല്ലാവരും ഒരു വട്ടെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. ബിക്കോസ് ഇറ്റ്സ് സോ നൈസ്. നമുക്ക് ഉപ്പൂറ്റി പൊട്ടി ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയാണ്, ശരിക്കും മാറും. കുറച്ച് നാൾ യൂസ് ചെയ്താൽ തന്നെ, ആദ്യത്തെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല ആ ഒരു മോയ്സ്ചറൈസ് ആയിട്ട് നമ്മുടെ കാല് നല്ല സൂപ്പർബായിട്ട് നമുക്കിരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഈ ക്രാക്ക് ഉള്ളവർക്ക്, ഇപ്പോൾ ഉപ്പൂറ്റി പൊട്ടിയവർക്ക് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടലൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പം അവിടുത്തെ വെള്ളത്തിൻ്റെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നോർമലി അങ്ങനെ വരകളൊക്കെ ഫുഡിൽ വീഴും. പക്ഷെ അതൊക്കെ നമുക്ക് ശരിക്കും മാറ്റും. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളത് യൂസ് ചെയ്താൽ മതി. രാവിലെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ രാവിലെ യൂസ് ചെയ്യും, രാത്രിയിൽ യൂസ് ചെയ്യും. എനിക്ക് ആ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, നേരത്തെ പൊട്ടുമായിരുന്നു, ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഞാനിതെല്ലാം യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയതാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഓക്കെ ആണെന്നില്ല. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയതാണ് ഞാൻ വീഡിയോസായിട്ട്. പിന്നെ RCMൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിരുന്നു. കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റാണ്. ഓക്കെ, സ്മെല്ലൊക്കെ നല്ലതാണ്. ഇത് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്ക് വലുതായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയതായിട്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രോഡക്റ്റിനെ പറ്റി.
പിന്നെ അധികം പിഗ്മെൻറ്റേഷൻ ഒന്നും തരത്തില്ല നമുക്ക്, ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് വരത്തില്ല ഇത് യൂസ് ചെയ്താൽ. അത് ആ ഒരൊറ്റ ബെനിഫിറ്റ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ചിലർക്ക് അവരുടെ സ്കിൻ ടോണിനനുസരിച്ച് ലിപ്സ്റ്റിക്ക് വാങ്ങിയാൽ ചിലപ്പം ഓക്കെ ആയിരിക്കാം. എനിക്കിത് ഓക്കെ ആണെന്ന് അന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്, പക്ഷേ എനിക്കത്ര ചേരുന്നില്ല. ബട്ട് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിലും അത് പോകും. കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും പുറത്തൊക്കെ പോകാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്നവർക്ക് ഇത് ഓക്കെ അല്ല, എനിക്ക് ഓക്കെ അല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നൈസയുടെ ഫേസ് വാഷ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ നോർമലായിട്ട് നമുക്ക്, അതായത് ചില ഫേസ് വാഷൊക്കെ നമുക്ക് ഭയങ്കര റഫായിട്ട് ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ എന്തോ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രഷ് ഫീൽ മാത്രമാണ് തരുന്നത്. ഒരുപാട് ഹാർഷ് അല്ല, സോഫ്റ്റാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും സോഫ്റ്റാണ്. നല്ല ഫേസ് വാഷാണ്. നമുക്ക് ഡെയിലി യൂസിന് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് നൈസയുടെ ഫേസ് വാഷ്. യൂസ് ചെയ്തവർ കൊള്ളാമെങ്കിലും ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെയാണ്, ബെറ്ററാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കുറേ ഞാൻ വേറെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ വേറെ ഫേസ് വാഷ് ഒന്നും ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് സെറ്റാഫിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ അതും യൂസ് ചെയ്യാം. ഇതും എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നി. ഓക്കെ, അപ്പം യൂസ് ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ചോദിക്കുക, ഞാൻ വീണ്ടും വീഡിയോ ഇടാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.